അറിവില്ലായ്മ ചെയ്ത തെറ്റിന് മാപ്പ് ചോദിക്കുന്നു, ക്ഷമ ചോദിക്കുന്നു. ബിഗ് ബോസ് മലയാളം സീസൺ 6 കണ്ടസ്റ്റന്റായ ജാസ്മിൻ ജാഫർ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രവേശിക്കുകയും അവിടെ റീൽസ് ചിത്രീകരണം നടത്തുകയും അവിടെയുള്ള ക്ഷേത്രകുളത്തിൽ കാൽ കഴിക്കുകയും ചെയ്തിരിക്കുന്നു. ഇതിനെ തുടർന്ന് ദേവസ്വം ബോർഡ് മെമ്പേഴ്സ് 5 ദിവസത്തേക്ക് ഭക്തജനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് ശുദ്ധികലാശം നടത്താനായിട്ട്, പുണ്യാഹം തളിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. ജാസ്മിൻ ജാഫറിന് ഒരു ദൈവത്തെ തൊഴണം എന്ന് തോന്നിയാൽ തീർച്ചയായും അവർക്ക് ഇതര മതസ്ഥയായ ഒരു വ്യക്തിയാണ് ജാസ്മിൻ. അതുകൊണ്ട് തന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിന് പുറത്ത് നിന്നുകൊണ്ട് ദൈവത്തെ മതിയാവോളം തൊഴുതുകൊണ്ട് തിരിച്ച് മടങ്ങിപ്പോവാം. പക്ഷേ അവിടെ നിന്നുകൊണ്ട് വീണ്ടും റീൽസ് ചിത്രീകരണം, ഫോട്ടോഷൂട്ട്, ഫോട്ടോ എടുപ്പ് അതൊന്നും നമുക്ക് ഒരിക്കലും അനുവദിച്ചു കൊടുക്കാൻ സാധിക്കില്ല. മാത്രമല്ല, ഹൈക്കോടതിയുടെ പ്രത്യേക ഓർഡർ നിലനിൽക്കുന്നുണ്ട്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇത്തരത്തിലെ റീൽസ് ചിത്രീകരണമോ ഫോട്ടോ എടുപ്പോ ഒന്നും തന്നെ അനുവദനീയമല്ല എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് നാളുകൾക്ക് മുൻപ് ഹൈക്കോടതിയുടെ ഒരു സർക്കുലർ പുറത്തിറങ്ങിയിട്ടുണ്ടായത്. ഈ ഒരു ഓർഡറിനെ പോലും മറികടന്നുകൊണ്ടാണ് ജാസ്മിൻ ജാഫർ ഇത്തരത്തിലൊരു കാര്യം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെതിരെ എന്ത് നിയമ നടപടികൾ വരികയാണെങ്കിലും അത് അവർ നേരിടണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. മറ്റൊന്ന്, ക്ഷേത്രകുളത്തിൽ കാൽ കഴുകിയത്, അതിനെ തുടർന്ന് പുണ്യാഹം തളിക്കുന്നു, ശുദ്ധികലാശം നടത്തുന്നു. ഇതൊക്കെ ഈ ഒരു 2025 കാലഘട്ടത്തിലാണ് നടക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ വല്ലാത്തൊരു പ്രഹസനമായാണ് എനിക്ക് തോന്നുന്നത്. ദൈവത്തിന് അല്ലെങ്കിൽ ഒരു ഇതരമതസ്ഥയായ ഒരു വ്യക്തി ക്ഷേത്രകുളത്തിൽ കാൽ കഴുകി എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ദൈവം അവിടെ അശുദ്ധിയാക്കപ്പെടുകയാണോ, അല്ലെങ്കിൽ ആ ഒരു പ്രതിഷ്ഠ അവിടെ അശുദ്ധിയാക്കപ്പെടുകയാണോ, നമ്മൾ പണ്ട് ഒരുപാട് കാലങ്ങൾക്ക് മുൻപ് തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ, അയിത്തം, മേൽജാതിയിലുള്ള ഒരു വ്യക്തി വരുന്നത് കണ്ടാൽ കീഴ്ജാതിയിലുള്ള ഒരു വ്യക്തി മാറിക്കൊടുക്കണം, അങ്ങനെ മാറിക്കൊടുത്തില്ലെങ്കിൽ അതിനെതിരെയുള്ള ശിക്ഷാ നടപടികൾ, ഇതൊക്കെ പണ്ട് ഒരുപാട് കാലങ്ങൾക്ക് മുൻപുള്ളതാണ്. പക്ഷേ ഇന്നും ഇത്തരത്തിലുള്ള അയിത്തവും അല്ലെങ്കിൽ ഇതുപോലുള്ള പ്രഹസനവും നിലനിൽക്കുന്നു എന്ന് ഓർക്കുമ്പോൾ വല്ലാത്തൊരു പുച്ഛമാണ് തോന്നുന്നത്. ഇതിപ്പോൾ ജാസ്മിൻ ജാഫർ ഒരു ഇതരമതസ്ഥയാണ്. അവരൊരു ക്ഷേത്രത്തിലെ കാൽ കഴുകി എന്നുള്ളത് കൊണ്ട് ഏത് ദൈവമാണ് അവിടെ അശുദ്ധിയാക്കപ്പെടുന്നത്? ഏത് ദൈവമാണ് നേരിട്ട് ഇറങ്ങി വന്ന് ഞാനിങ്ങനെ അശുദ്ധിയായി, അല്ലെങ്കിൽ എന്നെ ശുദ്ധിയാക്കാനായിട്ട് ഈ ശുദ്ധികലാശം നടത്തണം, പുണ്യാഹം തളിക്കണം എന്നുള്ളതൊക്കെ പറഞ്ഞിരിക്കുന്നത്? എന്തായാലും ഇതൊക്കെ എനിക്ക് വല്ലാത്തൊരു പ്രഹസനമായി മാത്രമേ തോന്നുന്നുള്ളൂ. അപ്പം ഇനിയെങ്കിലും കുറച്ചധികം ആളുകൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഓരോ ക്ഷേത്രത്തിലും അതിൻ്റേതായ ഒരുപാട് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ സ്വന്തം മതത്തിൽ വിശ്വസിക്കുകയും മറ്റുള്ള മതത്തെ ബഹുമാനിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഏതൊരു വ്യക്തിയും ചെയ്യേണ്ട ഒരു കാര്യം. അങ്ങനെ ഇരിക്കെ ആ ക്ഷേത്രത്തിൽ ഇത്തരത്തിലുള്ള റീൽസ് ചിത്രീകരണവും ഫോട്ടോ എടുപ്പൊന്നും അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് പാലിക്കുക. അല്ലാത്ത പക്ഷം നമ്മൾ ഇതുപോലെ ഒരുപാട് കോൺട്രവേഴ്സികളിൽ ഉൾപ്പെടും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സോ പ്രേക്ഷകർക്ക് എന്താണ് ജാസ്മിൻ ജാഫറുമായി ഈ ഒരു വിഷയത്തെക്കുറിച്ച് പറയാനുള്ളത്? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കും.